ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ റെസിപ്പി ആയല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വറുത്തരച്ച പപ്പായ കറിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ കറിയാണ്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വറുത്തരച്ച പപ്പായ കറി തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 8 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാതെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതുപോലെ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തേങ്ങയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വേണ്ട, 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. കരിഞ്ഞു പോകുന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. നല്ലൊരു തീയലിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. ഞാനിവിടെ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടിങ്ങനെ വഴറ്റിയെടുക്കാം. തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഈ ഒരു പാനിൽ നിന്ന് വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണേ. ഇല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് മുളക് പൊടി വീണ്ടും റോസ്റ്റായിട്ട് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് വേഗം തന്നെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കിയാലോ. അപ്പോൾ ചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത്. ചട്ടിയിലേക്ക് ഒരു പപ്പായ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പപ്പായ മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. പപ്പായ ഇവിടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. പക്ഷേ ഈ ഒരു പാകത്തിലിരിക്കണം, വെന്തടിഞ്ഞ് വരാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയൊക്കെ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1/4 കപ്പ് വെള്ളത്തിൽ 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഇനിയൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്തെടുത്ത തേങ്ങയിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് കട്ടിയായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കറി എത്രയാണോ ആവശ്യം അതിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കടുക് വറുത്തിടേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 2 വറ്റൽമുളകും 3 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വറുത്തരച്ച പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പപ്പായ പുളിങ്കറി എന്ന് വേണമെങ്കിലും പറയാം. പപ്പായ വെച്ചിട്ട് മാത്രമല്ല വേറെ വെജിറ്റബിൾസ് വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വെണ്ടക്ക വെച്ചിട്ടും പാവക്ക വെച്ചിട്ടും വഴുതനങ്ങ വെച്ചിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ പപ്പായ വെച്ചിട്ട് വേറെയും റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്